ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 കപ്പ് മൈദയില്ലേ, അത് ഡവറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാര, ഒരു 3/4 കപ്പ് പഞ്ചസാര ഇതിൽ മിക്സിൻ്റെ ജാറില്ലേ അതിൽ 2 ഏലക്ക ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. അത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടെങ്കിൽ ഈ പാക്കറ്റ് നെയ്യ് തന്നെ വേണം കേട്ടോ. ഇത് ഫുള്ളും ഈ പാത്രത്തിൽ ഉരുക്കിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഉരുക്കി വന്നിട്ട് ശേഷം തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് യൂസ് ചെയ്യാനുള്ളത് കേട്ടോ. ഇതുപോലെ ഉരുക്കിയെടുക്കുക. പിന്നെ വേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു നുള്ള് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട. പിന്നെ വേണ്ടത് ഇതില്ലേ, ഈ നെയ്യില്ലേ, കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ടൊരു ബോളിൻ്റെ ഷേപ്പാക്കാൻ പറ്റിയ രൂപത്തിലാക്കിയെടുക്കണം ഇത്. പിന്നെ വേണ്ടത് ഇതിൽ നിന്ന് ഓരോരോ ബോൾസ് ആക്കി എടുക്കണം. ബോൾസ് ആക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതില്ലേ, ബദാമില്ലേ, ബദാം ഗ്രേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ബോൾസില്ലേ, ബോൾസിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഓവണിൽ 150 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യം ബ്രീറ്റ് ചെയ്തെടുക്കണം 10 മിനിറ്റ്. പിന്നെ അതിലേക്ക് വെക്കുമ്പോൾ 140 ഡിഗ്രി സെൽഷ്യസ് ആക്കിയെടുക്കണം. അത് ഒരു 30 മിനിറ്റിൽ വേവിച്ചെടുത്താൽ മതി. ആ ടൈമാകുമ്പോഴത്തേക്ക് വേവും. അതുപോലെ സിമ്പിളും ആയിട്ടുള്ള ബട്ടർ കുക്കീസ് റെഡിയായി. പക്ഷെ കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടേനു. ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടേനു. ഷേപ്പ് അതുപോലെ ആയിട്ടില്ലെങ്കിലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഓവണിൽ മാത്രമല്ല, ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇതുപോലെ വേവിച്ചെടുക്കാൻ പറ്റും. ഒരു തട്ട് വെച്ചെടുക്കുക. അത് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. പാത്രത്തിൻ്റെ അടപ്പിന് ഒരു ഹോൾസൊന്നും ഉണ്ടായിരിക്കരുത്. അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അടച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ബിസ്ക്കറ്റ് റെഡിയാക്കാൻ പറ്റും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.